ധ്യാനിച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥനകൾ ഉരുവിടാൻ സാധിക്കുമോ എന്ന് ഒരു സംശയമായി തോന്നിയേക്കാം. അതിനൊരു ഉത്തരം വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ തരുന്നുണ്ട്. അതിങ്ങനെയാണ്: മറിയത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ജപമാല ആപാദചൂഡം ധ്യാനാത്മക പ്രാർത്ഥനയാണ്. ഈ ധ്യാനാത്മക ഭാവമില്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇനി എങ്ങനെയാണ് ജപമാല പ്രാർത്ഥനകൾ ധ്യാനാത്മകമായി അർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഉത്തരം ഇതാണ്: ഓരോ ദിവ്യരഹസ്യവും ഹൃദയ കണ്ണുകൊണ്ട് വ്യക്തമായി ആ സംഭവം കാണുക, ഒന്നാമതായി ചെയ്യേണ്ടത്. ജപമാലയിലെ ഓരോ ദിവ്യരഹസ്യവും അതൊരു സംഭവമാണ്. അത് മനസ്സിൽ, ഹൃദയ കണ്ണിൽ വ്യക്തമായി കാണുക. അവിടെ ഈശോയും മാതാവും സന്നിഹിതരാകുന്നുണ്ട്. മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഈശോയെ ആരാധിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലോ നന്മ നിറഞ്ഞ മറിയമേ. ആ പ്രാർത്ഥന ഉരുവിടുമ്പോൾ ആ പ്രത്യേക ദിവ്യരഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈശോയെയും മാതാവിനെയും കണ്ടുകൊണ്ട് അവരോടുള്ള സ്നേഹ സംഭാഷണമായി, ഉദാഹരണത്തിന് മനുഷ്യാവതാര രഹസ്യം അറിയിക്കുന്ന രംഗം, ദൈവം മംഗളവാർത്ത ഗബ്രിയേലിലൂടെ അറിയിക്കുമ്പോൾ ആ വാർത്ത കേട്ട് അത്യധികമായി ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന പരിശുദ്ധ മറിയത്തെ നമ്മൾ ഹൃദയത്തിൽ കാണും. ആ സമയത്ത് തന്നെ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപമെടുക്കുന്ന പുത്രനായ ദൈവത്തെയും കാണണം. അതിനുശേഷം നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ആ പ്രത്യേക രംഗത്ത് ഉള്ള മാതാവിനെയും ഈശോയെയും സ്നേഹപൂർവ്വം കണ്ടുകൊണ്ട് അവരോടുള്ള ഒരു സ്നേഹ സംഭാഷണമായി പ്രാർത്ഥനകൾ അർപ്പിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വാചിക പ്രാർത്ഥനകൾ ഉരുവിടാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്.